ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സുബിത എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സുബിത, യഥാർത്ഥ പേരല്ല. പക്ഷേ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല. മാഡം ഇത് കേട്ട് കഴിയുമ്പോഴേക്കും എന്നെ നാണം കെടുത്തുമായിരിക്കാം. എന്നാലും പ്രശ്നമില്ല, വ്യാജ പേരിലാണല്ലോ എഴുതുന്നത്. അതുകൊണ്ട് ആർക്കും കാര്യങ്ങൾ മനസ്സിലാകില്ല. ഞങ്ങൾ 4 പെണ്ണുങ്ങൾക്ക് മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. മാഡം, ഞങ്ങൾ ജീവിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. എനിക്ക് 42 വയസ്സുണ്ട്, 2 കുട്ടികളുണ്ട്. ഭർത്താവ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അടുത്ത വീട്ടിലുള്ള സ്ത്രീകളുമായിട്ടും ഒക്കെ ഞങ്ങൾ നല്ല കൂട്ടാണ്. വഴക്കും വക്കാണോ ഒന്നുമില്ലാത്ത ഒരു പ്രദേശമാണ്. ഞങ്ങൾ സ്ത്രീകളുടെ എല്ലാം ഒരു കൂട്ടായ്മയുണ്ട്. അത് ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് കൂടുക. മിക്കവാറും കൂടുന്നത് മിനി ചേച്ചിയുടെ വീട്ടിലായിരിക്കും. അതിന് കാരണം അവിടെ ഒരു വിശാലമായ മുറ്റമുണ്ട്, മാവും തണലുമൊക്കെയുണ്ട്. എല്ലാവരും കസേര എടുത്തിട്ട് അവിടെ ഇരിക്കും. പക്ഷേ അവിടെ നിന്ന് കാപ്പിയിട്ട് തരും. ബാക്കി ഓരോരോ വീട്ടുകളിൽ നിന്ന് ഓരോ വട്ടം പലഹാരം കൊണ്ടുവരും. അങ്ങനെ ഞങ്ങളുടെ നല്ല ഗ്രൂപ്പാണ്. 27 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള സ്ത്രീകൾ അതിലുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏജുള്ള ആളായതുകൊണ്ട് എല്ലാവരോടും ഞാൻ വളരെ കൂട്ടാണ്. കുറച്ച് തമാശയൊക്കെ പറയാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ മാത്രമാണ് അവിടെ എന്തെങ്കിലുമൊക്കെ വിട്ട് കാര്യങ്ങൾ പറയുക. കാര്യം ഇത്തിരി കോമഡിയൊക്കെ എടുക്കണമെങ്കിൽ ഞാൻ വേണം. അല്ലാതെ മറ്റുള്ളവരൊക്കെ ഭയങ്കര പതിവ്രതകളായിട്ടാണ് അവിടെ സംസാരിക്കുക. അവർക്കാർക്കും ഭർത്താവിൽ നിന്ന് പ്രശ്നമില്ല, കുട്ടികളിൽ നിന്ന് പ്രശ്നമില്ല, ആണുങ്ങളിൽ നിന്ന് പ്രശ്നമില്ല, ഒന്നുമില്ല. ചിലപ്പോഴൊക്കെ ഞാൻ പറയും, ചില ആണുങ്ങൾ എന്നെ നോക്കുന്നു, അല്ലെങ്കിൽ ചില ആണുങ്ങളിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായെന്നൊക്കെ പറയുമ്പോഴേക്കും അവർ പറയും, ഓ ഞങ്ങളൊക്കെ പോയിട്ട് നോക്കുന്നേയില്ലല്ലോ, നിന്നെ മാത്രമാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ചേച്ചിയെ മാത്രമാണല്ലോ ഇങ്ങനെയൊക്കെ ആൾക്കാർ നോക്കുന്നത്, ചേച്ചി ഒരു മതാലസ്യായതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും. സത്യം പറഞ്ഞാൽ അതിൽ നല്ല സുന്ദരികൾ വേറെയുണ്ട്. അവളുമാർക്കൊന്നും ഒരു കുഴപ്പവുമില്ല. ഷോ, എനിക്ക് മാത്രമാണ് ഈ കുഴപ്പം വന്നത്. ഇവളുമാർക്കൊന്നും ഒരു പ്രശ്നമില്ലാതെ എങ്ങനെ ജീവിക്കുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, 2-3 പേരുണ്ട് ചെറുപ്പക്കാരികൾ. അവളുമാർ ഒരു ഗ്രൂപ്പാണ്. ഇതിനിടയ്ക്ക് വന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് രഹസ്യമായിട്ട് പലതും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ പിള്ളേരെ സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഓ ഒന്നുമില്ല ചേച്ചി, ഞങ്ങൾ വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ എന്ന് പറയും. പക്ഷേ എനിക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു, ഇവളുമാരെന്താ പറയുക എന്ന്. എൻ്റെ പ്രായമുള്ളവരും അതിൽ മുതിർന്നവരും ഒന്നും ഭർത്താക്കന്മാരെ കുറിച്ച് പറയുകയോ അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ വല്ലവരും ഒളിച്ചോടി പോയെന്നോ അല്ലെങ്കിൽ അവൾക്ക് അവനുമായി ബന്ധമുണ്ടെന്നോ ഒക്കെ പറയുന്നല്ലാതെ ഈ ചെറുപ്പക്കാരികൾ പറയുന്ന പോലെ തുറന്നങ്ങോട്ട് പറയുകയില്ലല്ലോ. എനിക്കാണെങ്കിൽ പണ്ട് കോളേജിൽ പഠിക്കും മുതലേ ഗോസിപ്പുകളും ഇത്തിരി ഹോട്ട് വർത്തമാനങ്ങളും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ കല്യാണം കഴിച്ചിവിടെ വന്നതിൽ പിന്നെ അതിനെ പറ്റി കൂട്ടുകാരെയൊന്നും കിട്ടിയിട്ടില്ല. ഭർത്താവിനോടാണ് എന്തെങ്കിലും പറയുക, ഭർത്താവ് പറയും, എടി നാക്കെടുത്ത് നീ വളച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, നിന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുമെന്ന് പറയും. ഞാൻ പറയും, ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാ പെണ്ണുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയുമായിരുന്നു. ഇതിപ്പം ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം അങ്ങ് ശീലാവതികളായിട്ട് നടിക്കുകയാണെന്ന് ഭർത്താവ് പറയും. അതാണ്, ഇവിടെ നല്ല കുടുംബങ്ങൾ മാത്രമാണ്, നിന്നെപ്പോലെ മൂലാധാരം തോണ്ടിയ പെണ്ണുങ്ങളൊന്നും ഇവിടെ ഇല്ലെന്ന് പറയും. അത് വെച്ച് ഞാനും ഭർത്താവും കൂടെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും. ഞാൻ പറയും, എന്നെ കളിയാക്കിയിട്ട് വില്ലൻ കുലച്ചോണ്ട് ഇങ്ങോട്ട് വാ, ഞാൻ അമ്പൊടിച്ച് വിടുന്ന് പറയും. അങ്ങനെയൊക്കെ പല രസങ്ങളും ഞങ്ങൾക്കിടയിൽ ഉണ്ടാകാറുണ്ട്. എൻ്റെ ഭർത്താവിന് എന്നോട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളെ പോലെയാണ്. ഭർത്താവിനെ കൊണ്ട് എനിക്കൊരു തലവേദനയുമില്ല. പിന്നെ മറ്റു കാര്യങ്ങളിൽ അദ്ദേഹം മന്മഥനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്മഥനുമല്ല, മന്മഥ ബാണവുമില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. സ്നേഹമാണല്ലോ അഖിലസാരമൊഴിയിൽ, അതുകൊണ്ട് നമ്മൾ സുഖമഖിലവും അങ്ങ് ഏറ്റെടുക്കും. അത് മതി സ്ത്രീക്ക് എന്നുള്ള ചിന്താഗതിക്കാരിയാണ് ഞാൻ. നല്ല സ്നേഹമുള്ള ഭർത്താവാണ്, ബാക്കി എന്ത് കുറവുണ്ടെങ്കിലും സഹിക്കാം. അങ്ങനെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റ് കഥകളൊക്കെ കേൾക്കാനും ഹോട്ട് വർത്തമാനം പറയാനും ഇഷ്ടമാണെന്നല്ലാതെ മറ്റ് തേയിലച്ചാട്ടത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇവളുമാർ 3 കൂടെ ഈ ഒരു കൂട്ടായ്മ തുടങ്ങിയതിൽ പിന്നെ വേറിട്ടൊരു അറ്റാച്ച്മെൻ്റാണ്. അപ്പോൾ എന്തായാലും നമുക്കത് കാണുമ്പോഴേക്കും നമ്മുടെ കൂട്ടത്തിലിരുന്നിട്ട് വേറെ കൂട്ടുകെട്ട് എന്ന് തോന്നില്ലേ മാഡം? എല്ലാവർക്കും അത് തോന്നിയെങ്കിലും ആരും അത് പറഞ്ഞില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ എടുത്ത് പുറത്തിട്ടു, ഇവളുമാർ 3 പേരും കൂടെ എപ്പോഴും അതിരുന്ന് കുശുകുശിക്കുകയാണ്, നമ്മളതിൽ ചേർക്കുകയില്ല, ചെറുപ്പക്കാരികളായതുകൊണ്ട് അതിൻ്റെതായ ഇളക്കവും അഹങ്കാരം ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ സംസാരം കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. അവിടെ ആരും അങ്ങനൊന്നും പറയില്ല, വലിയ ഭവ്യതക്കാരികളാണല്ലോ. എന്നെ കുറ്റക്കാരിയായിട്ട് എല്ലാവരും കരുതിയെങ്കിലും ഞാൻ പറഞ്ഞത് ശരിയാണെന്നൊക്കെ ഇത്തിരി കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി. അപ്പോൾ 3 പെണ്ണുങ്ങൾക്കും ഞാൻ പറഞ്ഞത് ഒട്ടും ബോധിച്ചില്ല. കാര്യം ഞാൻ അവളുമാരുടെ ശത്രുവായിട്ട് മാറി. പിന്നീട് കുറേ ദിവസങ്ങളിൽ അവളുമാർ വന്നു കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കുകയില്ല. അങ്ങനെ ആദ്യമായിട്ട് അയൽപക്കത്ത് നിന്ന് എനിക്ക് 3 ശത്രുക്കളെ കിട്ടി. എന്തായാലും ഞാൻ പിന്നീട്
പിന്നീട് ഓർത്തു പറഞ്ഞത് തെറ്റായിപ്പോയി, ക്ഷമ പറഞ്ഞേക്കാമെന്ന്. ഞാൻ പിന്നീട് പറഞ്ഞു, ഇതേപോലെ നിങ്ങളുടെ കൂട്ടായ്മ കണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്, വേറിട്ട് നിൽക്കുന്നതായിട്ട് തോന്നി, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രശ്നം ഞാൻ സോൾവ് ആക്കി. അതിലൊരുത്തി രഞ്ജിത്ത് ഒരു ദിവസം എൻ്റെ വീട്ടിൽ 4 മണിയായപ്പോൾ വന്നു. ചേച്ചി, ഒരു അത്യാവശ്യമുണ്ട്, ഒരു 5000 രൂപ ഇങ്ങോട്ട് തരാമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്ന് തിരിച്ചു തരും? 2-3 ദിവസം കഴിയുമ്പോൾ തരാം, അത്യാവശ്യമാണ്, ഒരു ഹോസ്പിറ്റൽ കേസുണ്ട്, എൻ്റെ അടുത്ത ബന്ധുവിന് കൊടുക്കാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തരികയൊക്കെ ചെയ്യാം, പക്ഷേ നിങ്ങൾ 3 പേരും കൂടി എന്തായി കുശിക്കുന്നത്? നിങ്ങളുടെ ബന്ധത്തെ ഞാൻ അധിക്ഷേപിച്ചു എങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ 3 പേരും കൂടെ കൂടിയിരുന്ന് എന്താണ് ഇവിടെ പറയുന്നത്? അതറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ ക്യാഷ് തരാം, ഇല്ലെങ്കിൽ തരില്ലെന്ന് പറഞ്ഞു. എനിക്കെന്തോ അവരുടെ ബന്ധത്തോട് നല്ലൊരു ചൊരുക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവൾ ഒന്ന് ശങ്കിച്ച് എന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി, അത് ഞങ്ങൾ കൂടുതലും പറയുന്നത് ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കാര്യമാണ്. എന്താണ് ഈ ഭർത്താക്കന്മാരുടെ കാര്യം ഇങ്ങനെ പറയാൻ? അല്ല ചേച്ചി, ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ പലവിധ കാര്യങ്ങളെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. കാര്യം അതിൽ ചേച്ചിക്കറിയാമോ, ശ്യാമയുടെ ഭർത്താവ്? എനിക്കറിയാം. അങ്ങേർക്കില്ലേ ഇത്തിരി ഇളക്കം കൂടുതലാണ്. അവൾക്ക് ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ല. ഇനി പുറത്ത് നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും അവളെ അയാൾ വെറുതെ വിടാറില്ല. പക്ഷെ അവൾക്കത് ഇഷ്ടമാണ്. ആദ്യമൊക്കെ ഭർത്താവിനെ കുറ്റം പറയുമായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നീട് അവൾ പറഞ്ഞത്, ഇപ്പോൾ ഭർത്താവിന് ഒരു ഊർജ്ജവുമില്ലെങ്കിൽ ഇവൾ അങ്ങോട്ട് ചെന്ന് ഊർജ്ജം കൊടുക്കും. സാധാരണ പെണ്ണുങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ദിവസങ്ങളിൽ പോലും ഇപ്പം അവൾക്ക് ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും മുൻഗണനകളും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. നമ്മളൊക്കെ ആ ദിവസങ്ങളിൽ എവിടെയെങ്കിലും മാറിയിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് അടുത്ത് വരുന്ന പോലും ഇഷ്ടമല്ല. പലവിധ അസ്വസ്ഥതകളല്ലേ. ഇവൾക്കാണെങ്കിൽ ഒരു അസ്വസ്ഥതയുമില്ല. ഭർത്താവ് വരുന്നത് നോക്കി സർവ്വതാ റെഡിയായി നിൽക്കുകയാണ്. ആ സമയത്തൊക്കെ എങ്ങനെയാ ചേച്ചി? അങ്ങനെ അവളുടെ കഥകളാണ് ഞങ്ങൾ കൂടുതലും ആദ്യം കേൾക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ അവൾ ഞങ്ങളുടെ കഥകളും ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഞാനും പറയും. അങ്ങേരെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, അതേപോലെ തന്നെ മറ്റവളും പറയും. അങ്ങനെ മുറിയിലെ രഹസ്യങ്ങളാണ് ഞങ്ങളോട് വന്ന് പറഞ്ഞു ചിരിക്കുക. ഞങ്ങൾ വാട്സാപ്പിൽ കൂടെ ചാറ്റ് ചെയ്യാറുണ്ട് ഇത് പറഞ്ഞ്, അതല്ലാതെ ഫോൺ വിളിച്ചൊന്നും പറയാറില്ല. കാര്യം വീട്ടിലുള്ളവരോ ഭർത്താക്കന്മാരോ കേട്ടെങ്കിൽ നോർത്ത് അവിടെ വന്നു കഴിയുമ്പോഴേക്കും ഇതൊക്കെ കാശി വെച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് മാറിയിരുന്ന് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സന്തോഷിക്കും. ചേച്ചി, നിങ്ങളോട് പറയാൻ പറ്റില്ലോ, നിങ്ങൾ ഞങ്ങളെക്കാൾ പ്രായമുള്ള ആൾക്കാരല്ലേ, അതിന് ബഹുമാനം വേണ്ടേ? പിന്നെ നിങ്ങൾ ഞങ്ങളുടെ പ്രായം കഴിഞ്ഞാൽ വന്നെന്നറിയാം, എങ്കിലും ചേച്ചിയൊക്കെ എങ്ങനെയാണ് ആ ഗ്രൂപ്പിൽ വിളിച്ച് ചേർക്കുക? അതുകൊണ്ടാണ്. നിങ്ങൾ ചെറുപ്പക്കാരികളാണ്, ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് സൂഹിക്കും. 42-43 വയസ്സുള്ള ഞാൻ കിളവി അല്ലേടി, ഞാൻ പുറത്ത്. അപ്പോൾ അവൾ പറഞ്ഞു, അല്ല ചേച്ചി, എടി എൻ്റെ 42 വയസ്സെന്ന് പറഞ്ഞാലേ 22 വയസ്സെന്ന് നീ വിചാരിച്ചാൽ മതി. എൻ്റെ മനസ്സ് ഇപ്പോഴും 18 വയസ്സിൻ്റെ വരമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഇതിനേക്കാളൊക്കെ താണ്ഡവമാടിയുള്ളതാണ് ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി, ഞങ്ങൾക്കറിയില്ലല്ലോ, ചേച്ചിക്ക് ഞങ്ങൾ റെസ്പെക്റ്റ് തന്നതാണ്, അല്ലാതെ ഞങ്ങൾ മാറിയിരുന്ന് ചേച്ചിയെ മറ്റുള്ളവരെ അപമാനിച്ചല്ലെന്ന് പറഞ്ഞു. എടി, എന്നിട്ട് എന്താണ് വേറെ സ്പെഷ്യാലിറ്റി? അപ്പോൾ അവൾ പറഞ്ഞു, ഇപ്പോൾ കുറേ നാളായിട്ട് ശ്യാമയുടെ ഭർത്താവിനെ പറ്റിയിട്ടാണ് എല്ലാവരും പറയുക. അയ്യോ, അവനെന്ത് എത്ര പ്രത്യേകത, സുന്ദരനാണ്, പക്ഷെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ മോശമൊന്നുമല്ലല്ലോ. ചേച്ചി, അതല്ല, അവളും അവനും ഇങ്ങനെ ആക്രാന്ത കൂട്ടങ്ങളാണല്ലോ. അതുമാത്രമല്ല, അവർ സോഷ്യൽ മീഡിയയിലൊക്കെ മുഖമില്ലാതെ ഫോട്ടോയും വീഡിയോയും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കാണിക്കാൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ്. നീ എന്താ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചേച്ചി. അവരുടെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോൾ ഫോട്ടോയും വീഡിയോ എടുക്കും, നല്ല ഫോട്ടോയും നല്ല വീഡിയോയും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, സോഷ്യൽ മീഡിയയിലെ ചില പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവർ കള്ള പ്രൊഫൈൽ ഉണ്ടാക്കി അതിൽ അപ്ലോഡ് ചെയ്യും. അല്ലടി മോളെ, അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം? പണം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, പണം കിട്ടും ചേച്ചി. എങ്ങനെയാണ് ഇതിന് പണം കിട്ടുന്നത്? അതൊക്കെ വലിയ പ്രശ്നമല്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയല്ല, ആദ്യം എന്തെന്നറിയാമോ, കുറച്ച് രംഗങ്ങൾ ഒരു 10-30 സെക്കൻഡ് ഇടും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫുൾ വീഡിയോ വേണമെങ്കിൽ പൈസ അയച്ചേരണം, GPay ചെയ്താൽ മതി, ബാക്കി അവർ അയച്ചു കൊടുക്കുമെന്ന് പറയും. അയ്യോ, ഉള്ളതാണോ മോളെ? അതെ ചേച്ചി, അതിലൂടെ അവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ചേച്ചി ഇതാരോടും പറയരുതേ, പരമരഹസ്യമാ, ഞങ്ങൾക്ക് 3 പേർക്ക് അറിയുള്ളൂ. ഇപ്പോൾ ചേച്ചിക്കും. ചേച്ചി, ഇത് വേറെ ആൾ അറിയരുതേ, പുറത്തങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞു, ചേച്ചി ക്യാഷ് തരുമോയെന്ന്. ഞാൻ ക്യാഷ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എടി ഡീറ്റെയിൽസൊക്കെ പിന്നീട് പറയണേന്ന്. അവൾ ആ ക്യാഷ്
ക്യാഷ് മേടിച്ചുകൊണ്ട് പോയി. അവളെ സഹായിച്ചതിൻ്റെ നന്ദി കൊണ്ടാകും. പിന്നീട് അവൾ പിറ്റേ ദിവസം എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിശദമായിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എടി ഈ മുഖമൊക്കെ കാണിച്ചുകൊണ്ടാണോ ഇടുന്നത്? മുഖമൊന്നും കാണിച്ചിട്ടല്ലേ ചേച്ചി, പക്ഷേ മുഖം ആർക്ക് വേണം? കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ പോരെ, അതൊക്കെ അവർ നന്നായി ഷൂട്ട് ചെയ്ത് കറക്റ്റായിട്ട് ആൾക്കാർക്ക് കൊടുക്കും. അതിനൊക്കെ ഭയങ്കര ആരാധകരാണ്. അവരുടെ 30 സെക്കൻഡ് വീഡിയോ ഒക്കെ ഇല്ലേ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് കാണുന്നത്. ഫുൾ വീഡിയോ പൈസയ്ക്കും കൊടുക്കും. അറിയാമോ, നല്ല ഐഫോണൊക്കെ വില കൂടിയത് അവരുടെ കയ്യിലുണ്ട്. അത് ചേച്ചിക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഭയങ്കര വിലയുള്ള ഹൈ എൻഡ് ഫോണുകളാണ്. ഷൂ, എൻ്റെ പൊന്നു മോളെ, എനിക്കൊന്നും അറിയില്ലായിരുന്നു ചേച്ചി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ ഭർത്താവ് ഒരു ട്രിക്ക് പ്രയോഗിക്കും. എന്ത് ട്രിക്കാടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഇടയ്ക്ക് അവളെ ഒരുക്കും നല്ല പല ഡ്രസ്സും ഇട്ട് ചിലപ്പോൾ, എന്നിട്ടില്ലേ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് അവളുടെ തലയൊക്കെ മാത്രമേ കാണുകയുള്ളൂ. അവൾ അവിടെ തല കൊണ്ട് തലയാട്ടമായിരിക്കും. എന്നിട്ട് അയാൾ ഇതിന് ക്യാപ്ഷൻ കൊടുക്കും, അവിചാരിതമായി ഇന്ന് തൃശ്ശൂരുള്ള ഒരു കോളേജ് കുമാരിയെ മീറ്റ് ചെയ്തു, അവളാണ് ഇന്ന് എൻ്റെ അടുത്തെന്നൊക്കെ പറയും. എന്താ ഇങ്ങനെ മുഖമൊന്നും കാണിക്കാതല്ലേ? അപ്പം പലരും വിചാരിക്കും കറക്റ്റാണെന്ന്, ചിലർക്ക് മനസ്സിലാകും ഇവളാണെന്ന്. പക്ഷേ എന്ത് ചെയ്യാനോ, ഒത്തിരി പേര് കാണുന്നല്ലേ. അങ്ങനെ പല ക്യാപ്ഷൻസും ഇട്ട് ആൾക്കാരെ പറ്റിക്കും. എൻ്റെ ദൈവമേ, ഞാനതൊക്കെ ആദ്യം കേൾക്കുന്നു. ഇത്ര വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ ഈ ഗ്രാമത്തിൽ? പക്ഷേ അവളോട് എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോഴേക്കും അവൾ ശീലാവതിയുടെ ശീലയിൽ നിന്ന് ഉയർന്നു വന്നാണെന്നുള്ള രീതിയിലാണല്ലോ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ ചിരിച്ചു. അതൊക്കെ എങ്ങനെയല്ലേ ചേച്ചി, ചേച്ചിയാണെങ്കിലും ഇത്രയും കാര്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ചേച്ചി എന്താ നല്ല കുടുംബിന് നടിക്കുകയല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ നടിച്ചിട്ടില്ല. കാര്യം നിങ്ങളാരും ഈ കാര്യങ്ങൾ പറയുന്നില്ല. ഈ മാറ്റർ എടുത്തിട്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. ആക്ച്വലി എനിക്കിതൊക്കെ സംസാരിക്കാനും കാണാനും കേൾക്കാനും ഒത്തിരി താല്പര്യമുള്ള കൂട്ടത്തിലാണ്. ഭർത്താവുമായിട്ട് ഞാൻ ഇതൊക്കെ സംസാരിക്കാറുണ്ട്. പിന്നെ പിള്ളേരോട് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ സമപ്രായക്കാർ ഇതിന് കൂട്ടത്തിൽ നിന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ആരുമില്ല. അതുകൊണ്ടാണ് എൻ്റെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരും അയലത്തുകാരുമായിട്ടൊക്കെ ഞാൻ ഇപ്പോഴും നന്നായിട്ട് സംസാരിക്കാറുണ്ട്. ഞങ്ങളെല്ലാ പ്രായത്തിലും ഇത് പറയുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ ഇവിടെ ഉള്ളവരെല്ലാം മുഖം മൂടി ഇട്ട് നടക്കുകയാണ്. ഞാൻ അഭിനയിക്കുകയല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന് എനിക്ക് അഭിനയിക്കേണ്ടി വന്നു. എന്തായാലും ചേച്ചിക്ക് ഞാൻ വീഡിയോസ് ലിങ്കൊക്കെ അയച്ചു തരാം. അവളുമാരോടൊന്നും പറയരുതേ, ഇത് നമ്മൾ തമ്മിലുള്ള പ്രത്യേക ഡീലാണെന്ന് പറഞ്ഞു. കാണാനുള്ള ആകാംക്ഷയിൽ ഓക്കെ ഡി മോൾ എന്ന് പറഞ്ഞു. അവസാനം അവൾ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഈ വീഡിയോ ഒക്കെ അയച്ചു തരും. അപ്പോൾ ചേച്ചി ശ്യാമയുടെ ഭർത്താവിനെ പോയി ശല്യപ്പെടുത്തരുത്. അതെന്താണ് നീ ഇങ്ങനെ പറഞ്ഞത്? എൻ്റെ ഭർത്താവ് ഞാനും തമ്മിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചിയുടെ ഭർത്താവല്ല ശ്യാമയുടെ ഭർത്താവ്. കണ്ടു കഴിയുമ്പോഴേ ചേച്ചിക്ക് കാര്യം മനസ്സിലാവുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു, കൊക്കത്ര കുളം കണ്ടതാ? അപ്പോൾ ചേച്ചി ഒത്തിരി കുളം കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, കുളം ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടില്ല, എന്നാലും നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നതല്ലേ, ഇഷ്ടംപോലെ കുളത്തിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി കണ്ടതൊന്നുമല്ല, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ചേച്ചി എന്നെ വിളിച്ചിട്ട് എനിക്ക് കൊന്നത്തെങ്ങിൽ കയറി തേങ്ങ ഇടണം എന്ന് പറയരുതെന്നും. ഞാൻ പറഞ്ഞു, തേങ്ങ മാങ്ങ ഞാൻ അങ്ങനെ പറയില്ല, ജസ്റ്റ് ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചതേ ഉള്ളൂ, നീ അയച്ചതാ കൊച്ചേ എന്ന് പറഞ്ഞിട്ടാണ് അവളെ വിട്ടത്. എന്തായാലും അവൾ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു വീഡിയോയുടെ ലിങ്ക് അയച്ചു തന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അത് പ്ലേ ആകുന്നുണ്ട്. യോ, അവളും അവനുമാണോ ഇത്? കൊള്ളാം, ഇവക്ക് ഇത്രയും ബുദ്ധിയുണ്ടോ? ഇവളെന്തും അവൾക്ക് മുടിയാട്ടമാടാൻ പോയാൽ മതിയായിരുന്നല്ലോ, ഇവക്ക് ജീവിക്കാമായിരുന്നല്ലോ എന്ന് ഞാൻ ഓർത്തു. യോ, വല്ലാത്തൊരു ആക്രാന്തം തന്നെ. സ്വന്തം ഭർത്താവായതുകൊണ്ടായിരിക്കും. പക്ഷേ ഞാൻ ആ ദൃശ്യം കണ്ട് ഞെട്ടിപ്പോയി. ദൈവമേ, അമ്പലത്തിൽ കൊണ്ടുവരുന്ന കൊല കൊമ്പനോ ഇത്? എന്തായത്? അവൾ പറഞ്ഞത് കറക്റ്റാണ്. ഷൂ, ഞാനാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ട്, കുളം കണ്ടിട്ടുണ്ട്, കൊക്കിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. ശ്യാമയുടെ ഭർത്താവ് അവനാണ് ജാമ്പവാൻ. ശംഖ് കടഞ്ഞെടുത്ത കഴുത്തഴകും എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. കുന്നത്ത് വിളക്ക് വെച്ചതാണോ, കുത്തുവിളക്ക് കുത്തി നിർത്തിയാണോ? അയ്യോ, സത്യം പറഞ്ഞാൽ അവളെ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടി വന്നു. അവൾ പറഞ്ഞത് കറക്റ്റാണ്. ഈ വീഡിയോ കണ്ടിട്ട് ഫോൺ എടുത്ത് അവളെ വിളിക്കാൻ തോന്നി. ശ്യാമയല്ല, ഇവളെ. കാര്യം ഇവളല്ലേ എന്നോട് പറഞ്ഞത്, എടി ശ്യാമയുടെ ഭർത്താവുമായിട്ട് നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞാനങ്ങ് ചോദിച്ചു അവളോട്. അപ്പോൾ അവൾ ആദ്യം ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, സത്യം പറയടി, ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് 2 പേർക്ക് ശ്യാമയുടെ ഭർത്താവിനോട് ഒരു താല്പര്യം തോന്നിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി എനിക്ക് നല്ല താല്പര്യമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇത് ഞങ്ങൾ 3 പേരും കൂടെ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് എന്ന് വെച്ചിട്ട് ശ്യാമയുടെ ഭർത്താവിനെ എനിക്ക്
അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ? അവളെന്ത് വിചാരിക്കും? അതുകൊണ്ട് ഞാനിതുവരെയും ഒന്നും തുനിഞ്ഞിട്ടില്ല. മറ്റേ ആൾക്കും അങ്ങനെ തന്നെയാണ്. 3 പേരും ഈ കഥ കേൾക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ ചേച്ചി പറഞ്ഞതാണ് സത്യം. എനിക്കും ലഭിക്കുമോ എന്നുള്ളതോർത്ത് ഞാൻ പലപ്പോഴും രാത്രിയിൽ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവോ ചേച്ചിയുടെ ഭർത്താവോ അതിനടുത്തെങ്ങും വരില്ലെന്ന് എനിക്കറിയാമല്ലോ എന്ന് ഞാൻ ചോദിച്ചു. നീ നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞത് ഓക്കെ, പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നീ എങ്ങനെയാ പറഞ്ഞതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ആ പൊട്ടുവെള്ളരിയല്ലേ ചേച്ചി, ചേച്ചി അത് സഹിച്ച് ജീവിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തൊക്കെ തോന്നിയാ സാടി നീ പറഞ്ഞേ എന്ന് പറഞ്ഞപ്പം അവൾ പറഞ്ഞു, ചേച്ചി പെണ്ണുങ്ങളും എല്ലാം നോക്കാറുണ്ട്. എല്ലാവരും ഓർക്കും ആണുങ്ങളായിരിക്കും എല്ലാം നോക്കി അളക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല, പെണ്ണുങ്ങൾക്കും ആ ശീലമുണ്ട്. ചേച്ചിയുടെ ഭർത്താവ് കഴിഞ്ഞ ഓണത്തിന് വടംവലി ഉണ്ടാക്കി അവിടെ വീണ് തോർക്കുന്നുണ്ടോ? അന്ന് സർവ്വമാലോകരും ആ പൊട്ടുവെള്ളരി ഒന്നളക്കാൻ ഭാഗത്തിൽ ദൃക്സാക്ഷിയായി എൻ്റെ അടുത്തല്ലേ വന്ന് വീണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് അസസ് ചെയ്തു ചേച്ചി ഇളക്കക്കാരിയായിട്ടും ഇതുകൊണ്ടൊക്കെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് ഞാൻ ചേച്ചിയെ മനസ്സാന്ന് നമിച്ചു. എടീ നീ പറഞ്ഞ് എൻ്റെ മുറത്തിൽ കയറി കൊത്തുന്നോന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ സത്യം തന്നെ പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യമുണ്ടല്ലോ ചേച്ചിനോട് വഴക്കുണ്ടാക്കണ്ടെന്ന്. എന്തായാലും അവൾ പിന്നെയും പറഞ്ഞു, ചേച്ചിക്ക് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദ്യ പൂണ്ട് എന്നെ വിളിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ലിങ്കുകളൊക്കെ തുറക്കുമ്പോഴേക്കും ചേച്ചി ഓടി ശ്യാമയുടെ വീട്ടിൽ ചെല്ലും. പക്ഷെ ഒരു ഗുണമില്ല, അവൻ 8ക്കും 7ക്കും അടുക്കില്ല. അവളുടെ വരുതിയിൽ തന്നെയാണ്. അവളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. പിന്നെ പണം സമ്പാദിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ മറ്റു പെണ്ണുങ്ങളോടൊന്നും അയാൾക്ക് താല്പര്യമില്ല. നീ ട്രൈ ചെയ്തോടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, പിന്നെ ഞാൻ ട്രൈ ചെയ്തു, ഒരു ഗുണമില്ല ചേച്ചി. ഈ ചെറുപ്പക്കാരിയായി ഞാൻ ട്രൈ ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല. പിന്നാണോ ചേച്ചി ആ മോഹം അങ്ങ് കണ്ടു തീർത്താൽ മതി. ഇനിയും ധാരാളം വീഡിയോസ് ഉണ്ട്, ഞാൻ അയച്ചു തരാം കേട്ടോ. പക്ഷേ കണ്ടു കഴിയുമ്പം സ്വന്തം ഭർത്താവിനെ ഇട്ടിട്ട് ശ്യാമയുടെ വീട്ടിലേക്ക് ഓടരുത്, ഒരു പ്രയോജനവുമില്ല. അവസാനം ചേച്ചി മുകളിലേക്ക് ചാടി ആ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞ് വാലും താഴ്ത്തിപ്പോയ കുറുക്കൻ്റെ ഗതികേടാകരുത് എന്ന് പറഞ്ഞിട്ടാണ് അവൾ നിർത്തിയത്. അവളെന്നെ അവമാനിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എന്നാലും വീഡിയോസ് അവളെ അയച്ചു തരാനുള്ളൂ, അതുകൊണ്ട് ഞാൻ സംയമനം പാലിച്ചു. പക്ഷേ അവളുടെ വെല്ലുവിളി എൻ്റെ മനസ്സിനേറ്റ ഒരു മുറിവായിരുന്നു. പഠിക്കുന്ന സമയത്ത് എത്ര ചെക്കന്മാരാണ് എൻ്റെ പുറകെ നടന്നത്. അവസാനം വീട്ടുകാരെ പറഞ്ഞൊരുത്തിനെ കല്യാണം കഴിച്ചു. അതിൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയുമാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ. എനിക്ക് പൊറുതിയില്ല. കൊന്നത്തെങ്ങിൽ കയറി തേങ്ങ പറിക്കാൻ എനിക്ക് മോഹം. അത് ശരിയല്ലെന്ന് 100 വട്ടം ഞാൻ ആലോചിച്ചപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞു, ഒരു വട്ടമെങ്കിലും തെങ്ങിൽ കയറണം. അവൾ വിചാരിക്കുന്നത് ഞാൻ കിളവിയാണെന്നാണ്. 40 വയസ്സൊന്നും കഴിഞ്ഞാലൊന്നും കിളവിയാകില്ല. 60 വയസ്സായാൽ പോലും ഞാൻ കിളവിയാകില്ല. എനിക്ക് ഇപ്പോഴും അഗ്നിയുണ്ട് ഉള്ളിൽ എന്ന് വിചാരിച്ചു. എവിടെ ചിന്തിക്കുന്നുവോ അവിടെ പ്രവൃത്തിയെന്നാണല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്ന് തുനിഞ്ഞു നോക്കി. പിന്നീട് അവളുടെ ഭർത്താവിനെ കാണുമ്പോഴേക്കും ഞാൻ തുറച്ചു നോക്കാൻ തുടങ്ങി. അവനാണെങ്കിൽ എന്തുണ്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ബൈക്കിൽ തന്നെ പോകുന്നവനാണ്. 3-4 വട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ നോട്ടത്തിൻ്റെ എന്തോ ഭാവം അവന് മനസ്സിലായി. ചേച്ചി എന്താ ഈയിടെയായിട്ട് എന്നെ കാണുമ്പോൾ തുറച്ചു നോക്കുന്നത് എന്നവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, തുറച്ചു നോക്കാൻ മാത്രം ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് ചോദിച്ചു, ചേച്ചി എന്തോ അർത്ഥം വെച്ച് സംസാരിക്കല്ലേന്ന്. ഞാൻ പറഞ്ഞു, നീ അർത്ഥം കുഴിച്ചു മൂടി എന്തെല്ലാം രഹസ്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ നാട്ടുകാരും കാണുന്നില്ലേ? ആ നാട്ടുകാരുടെ കൂട്ടത്തിലുള്ള ഒരാരാധികയാണ് ഞാൻ എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് ചോദിച്ചു, ചേച്ചിയോട് ആരെങ്കിലും അത് പറഞ്ഞോ? എൻ്റെ ഭാര്യയാണോ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഭാര്യയല്ല, ഭാര്യയുടെ 2-3 കൂട്ടുകാരികൾക്ക് അറിയാമല്ലോ, അതിൽ ഒരാളാണെന്ന് വിചാരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി ആരോടും പറയരുതേ, ഞങ്ങളുടെ ഒരു വരുമാന സ്രോതസ്സാണെന്നും. ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല. കാര്യം ഇതൊക്കെ സ്പോർട്സ് മാൻ സ്പിരിറ്റിലെടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. പക്ഷേ എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞ ഒരു കാര്യം മാത്രം എനിക്ക് ദഹിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, എന്താണെന്ന്. അല്ല, നീയും നിൻ്റെ ഭാര്യയും അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റാണ്, വേറെ നിനക്ക് ഒരു നോട്ടവുമില്ല, ആരെ നീ അടുപ്പിക്കില്ലെന്നാണ് അവൾ പറഞ്ഞതെന്ന്. അത് കേട്ടവൻ പൊട്ടിച്ചിരിച്ചു. ചേച്ചി ഞാൻ ഒരു കാര്യം പറയാം, അത് വെറുതെ പറഞ്ഞതാണ്. ഈ പറഞ്ഞ കക്ഷി എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയാണല്ലോ. അവൾക്ക് ഇഷ്ടം പോലെ തവണ എൻ്റെ അടുത്ത് വരാനുള്ള അനുവാദം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, അവളുടെയും ചില വീഡിയോസൊക്കെ മുഖമില്ലാതെ അവിടെ ഉണ്ടല്ലോ, അതിൻ്റെ ലിങ്കൊന്നും അവൾ അയച്ചു തന്നില്ലേന്ന്. ഞാൻ പറഞ്ഞില്ല. ആ എങ്കിൽ ചേച്ചി, എൻ്റെ ഭാര്യയ്ക്ക് ധാരാളം സൗഹൃദങ്ങളുണ്ട്. അവൾ തന്നെ എനിക്ക് വേണ്ടി ഒത്തിരി അവസരങ്ങൾ ഒപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യയാണ് എൻ്റെ ഏറ്റവും വലിയ ആരാധിക. അവൾ വഴിയാണ് ഞാൻ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക. ചേച്ചിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ വിളിപ്പുറത്ത് കാണുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിൻ്റെ ഭാര്യയും നിൻ്റെ ഭാര്യയുടെ കൂട്ടുകാരികളെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്കൊന്നും വേണ്ട, അല്ലാതെ പറ്റുമെങ്കിൽ
പറ്റുമെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അവനും ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് വിളിക്കാറുണ്ട്. എൻ്റെ ഭർത്താവ് ചില ദിവസങ്ങൾ ഇവിടെ കാണില്ല. ആ ദിവസം ഞാൻ ആദ്യമായി അവനെ വിളിച്ചു. മോനും മോളും അപ്പുറത്തെ മുറികളിലൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഞാൻ അടുക്കള വാതിൽ കൂടി അവനെ എതിരേറ്റു, വരവേറ്റു. കാരണം കൊമ്പൻ എതിരെ കൂടെ വന്നെന്ന് പറഞ്ഞാലും കൊമ്പൻ തന്നെയല്ലേ മാഡം. ഉത്സവം നടക്കണ്ടേ, പൂരം നടക്കണ്ടേ, ചെണ്ടകൊട്ട് വേണ്ടേ, ദേവിന് താളം വേണ്ടേ, കൈമണി വേണ്ടേ, അങ്ങനെ എല്ലാം ചേർന്ന ഒരു പൂരക്കാലം എനിക്ക് കിട്ടി. പല പൂരത്തിനും പോകുന്ന കൊമ്പനാണെങ്കിലും കൊമ്പൻ തന്നെയല്ലേ മാഡം. ഇത് തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എങ്കിലും എൻ്റെ മനസ്സും എൻ്റെ ആഗ്രഹങ്ങളുമായിരുന്നു എനിക്ക് വലുത്. അങ്ങനെ ഞാൻ അവനെ എൻ്റെ വലയിലും ആക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇപ്പോഴെനിക്ക് അവനോട് നല്ല സ്നേഹമുണ്ട്. എങ്കിലും അവൻ ഇടയ്ക്കിടയ്ക്ക് ആവശ്യപ്പെടുകയാണ് മുഖമില്ലാതെയുള്ള വീഡിയോസൊക്കെ എടുത്ത് അവന് കുറച്ചുകൂടിയൊക്കെ പ്രയോജനമുണ്ടാക്കി കൊടുക്കുന്ന മേഖലകളിലേക്ക് ഇറങ്ങാൻ. പൂരത്തിന് കൊമ്പൻ വരുമ്പോൾ ബാറ്റ കൊടുക്കുന്ന പോലെ വിചാരിച്ചാൽ മതി, ഒന്ന് സഹായിക്കൂ. മുഖമില്ലല്ലോ, അപ്പോൾ ഒരു പ്രശ്നവുമില്ല. അവർക്ക് കുറേ കടങ്ങളുണ്ട്, അതൊക്കെ വീട്ടി നല്ലൊരു വീടൊക്കെ വെക്കണം, അതിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയാണെങ്കിൽ ശ്യാമയെ അറിയില്ലേന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ആദ്യ ദിവസം തന്നെ അവളോട് പറഞ്ഞു. അവൾ ചേച്ചിയെ കാണുമ്പോൾ ഒന്നും അറിയാത്ത ഭാവം നടിക്കുകയാണ്. അവളോട് പറയാതെ എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞു. അവളുടെ മുഖത്ത് നോക്കാനും എനിക്കിപ്പോൾ മടിയായി. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവളൊരു പെരുങ്കള്ളി. ഞാനും കള്ളി തന്നെ, നല്ലവളാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതുവരെയും വീഡിയോ കാര്യങ്ങൾക്ക് ഞാൻ മോളിയിട്ടില്ല. അവനാണെങ്കിൽ സ്നേഹത്തിൽ എന്നോട് പറയുകയാണ്, ഒന്നുമില്ല, സേഫാണെന്ന് പറയുകയാണ്. മാഡം, എൻ്റെ ഈ കഥ വായിച്ചിട്ട് മാഡം പറയണം, അത് സേഫാണോ അല്ലയോ, അവനെ സഹായിക്കാൻ എനിക്ക് സാധിക്കുമോ, അത് ശരിയാണോ എന്നൊക്കെയാണ് ചോദ്യം. അവനെ സഹായിക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം ഒരു സഹായത്തിന് ആവശ്യമില്ല. നിങ്ങൾ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല. കാര്യം ചുമ്മാതെ നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ ഇതൊക്കെ കണ്ട് നിങ്ങളുടെ ക്യൂരിയോസിറ്റി മൂലം നിങ്ങൾ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാതിരുന്ന കണ്ണിൽ ചുണ്ണാമ്പിട്ട് പുണ്ണാക്കി എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കാര്യം വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം നടക്കുന്നുണ്ടല്ലോ. എങ്കിലും അത് നല്ലൊരു കാര്യമാണെന്ന് പറയാൻ പറ്റില്ലേ. ഭർത്താവിന് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭർത്താവ് അറിഞ്ഞുകൊണ്ടാണ്, മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിപ്പം ഒരു രഹസ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ പറയുകയാണ്, പൂരത്തിന് വരുന്ന എനിക്ക് ബാറ്റ വേണമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് എന്തോ കാശുണ്ടാക്കണം. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല. പക്ഷേ അപ്പോൾ ചോദിക്കും, ഇങ്ങനെ ഒത്തിരി പേര് അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന്. ശരിയാണ്, പലരും പണം സമ്പാദിക്കാൻ വേണ്ടി അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അവരുടെ പിന്നിൽ അവർ സ്വതന്ത്രരോ അല്ലെങ്കിൽ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ദാമ്പത്യ ജീവിതമൊക്കെ കാണും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. ക്യൂരിയോസിറ്റി മൂലം അങ്ങോട്ട് എടുത്തു ചാടിപ്പോയി കൊമ്പനെ കൊണ്ടുവന്ന് പൂരം നടത്തുകയാണ്. അത് ശരിയല്ല. ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളില്ല. എന്നിട്ടും നിങ്ങൾ ഇളക്കമെടുത്ത് പോയത് അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അഹങ്കാരമാണെന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതിനെ ഞാൻ അനുകൂലിക്കുന്നതേ ഇല്ല. അങ്ങേർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുക, മുഖമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇത് ഒരിക്കലും നല്ലൊരു ആക്ടിവിറ്റി അല്ല. അതിന് നമ്മുടെ നാട്ടിൽ അനുവദനീയമായ കാര്യമല്ല യഥാർത്ഥത്തിൽ കേട്ടോ. പിന്നെ പല പൂരത്തിനും പോകുന്ന കൊമ്പനായതുകൊണ്ട് പല നാശനഷ്ടങ്ങളും നിങ്ങൾക്കുണ്ടാകും. അത് ആരോഗ്യത്തിലായിരിക്കും. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധയോടുകൂടി തന്നെ തുള്ളുക. അല്ലാതെ എടുത്തു ചാടി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് നടന്നെന്ന് വരികയില്ല. ഇത്തരം കാര്യങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എനിക്കതിൽ യാതൊരു വിധത്തിലുമുള്ള പോസിറ്റീവായുള്ള അഭിപ്രായമില്ല.